ഏറെ നാളുകളായി ബി.ജെ.പിയുടെ പുതിയ ദേശീയ അധ്യക്ഷൻ ആരാണ് എന്നുള്ള ചോദ്യം ഇങ്ങനെ വളരെ വലിയ തോതിൽ ചർച്ചയ്ക്കിടയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇതാ ഇപ്പോൾ അന്തിമമായിട്ട് ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷന്റെ തീരുമാനം ഇപ്പോൾ ആയിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. എടുത്തു പറയുകയാണെങ്കിൽ ബി.ജെ.പി പുതിയ ദേശീയ അധ്യക്ഷൻ ഡൽഹിയിൽ RSSന്റെ മഹായോഗം നടക്കാൻ പോവുകയാണ്. അതായത് പുതിയ ബി.ജെ.പി പ്രസിഡന്റിനെ കുറിച്ചുള്ള വലിയ തീരുമാനമാണ് ഇതിൽ ഉണ്ടാകാനായി പോകുന്നത്. അതുമാത്രമല്ല ബി.ജെ.പിയുടെ പുതിയ ദേശീയ അധ്യക്ഷൻ ആ ഒരു തരത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ 3 ദിവസത്തെ യോഗമാണ് നടക്കാനായി പോകുന്നത്. രാഷ്ട്രീയത്തിൽ വലിയ തോതിലൊരു കോളിളക്കം ഉണ്ടാക്കുന്ന തരത്തിലുള്ള തീരുമാനം ഇതിനിടയിൽ ഉണ്ടാകാനായി പോവുകയാണ്. അതായത് ജൂലൈ 4 മുതൽ 6 വരെ ന്യൂഡൽഹിയിൽ നടക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ 3 ദിവസത്തെ പ്രവിശ്യ പ്രചാരക് യോഗം രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിൽ വലിയ തോതിലുള്ള തീരുമാനം കൊണ്ടുവരുന്ന തരത്തിലോട്ട് RSS മാറുകയാണ്. ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ സംഘത്തിന്റെ വരാനിരിക്കുന്ന പദ്ധതികൾ ഈ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടുക മാത്രമല്ല ചെയ്യുന്നത്, ഭാരതീയ ജനതാ പാർട്ടിയുടെ പുതിയ ദേശീയ പ്രസിഡന്റിന്റെ നിർണായക പ്രഖ്യാപനവും ഈ ഒരു യോഗത്തിൽ ഉണ്ടാകുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്. അതായത് സംഘത്തിന്റെ അംഗീകാരം ലഭിക്കുന്ന പേരായിരിക്കും ഇതെന്നതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. സംഘത്തിന്റെ സമ്മതമില്ലാതെ ഒരു വ്യക്തിക്കും പ്രസിഡന്റ് ആകാൻ കഴിയില്ല എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സർസംഘചാലക് മോഹൻ ഭഗവത്, സർക്കാർ വാഹ ദത്താത്രേയ ഹൊസബാലെ എന്നിവരുൾപ്പെടെയുള്ള ഉന്നത നേതൃത്വം യോഗത്തിൽ പങ്കെടുക്കും. നിലവിലെ ബി.ജെ.പി പ്രസിഡന്റ് JP നദ്ദയുടെ കാലാവധി ഇതിനകം അവസാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കാരണം അദ്ദേഹത്തിന് ഒരു കാലാവധി നീട്ടി നൽകിയിരുന്നു. ജൂലൈ 21 മുതൽ പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്നതിനാൽ അതിനു മുമ്പ് തന്നെ ബി.ജെ.പിയിൽ പുതിയ പ്രസിഡന്റിന്റെ കിരീടധാരണം ഉറപ്പാക്കുമെന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. അതായത് ജൂലൈ 21 മുന്നേ തന്നെ ഒന്നുകിൽ ആദ്യ ആഴ്ച അല്ലെങ്കിൽ 2ാം ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ ആരാണ് എന്നുള്ള പ്രഖ്യാപനം ഉറപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. അതുമാത്രമല്ല ആരായിരിക്കും എന്നുള്ള ചോദ്യമാണ് നിലനിൽക്കുന്നത്. ആരായിരിക്കും ബി.ജെ.പിയുടെ പുതിയ ദേശീയ അധ്യക്ഷൻ എന്നുള്ള ആ ചോദ്യത്തിനുള്ള ഉത്തരം, ബി.ജെ.പിയുടെ പുതിയ ദേശീയ അധ്യക്ഷനായി ആരായിരിക്കും വരാൻ പോകുന്നത്? ഈ ചോദ്യത്തിൽ ശരിക്കും പറഞ്ഞാൽ നിരവധി അഭ്യൂഹങ്ങളാണ് നിലനിൽക്കുന്നത്. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, മനോഹർ ലാൽ ഖട്ടർ, ശിവരാജ് സിംഗ് ചൗഹാൻ, രഘുബർ ദാസ് തുടങ്ങിയ അധികാരികളുടെ പേരുകളിൽ ധാരാളം ചിന്താക്കുഴപ്പങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്നിരുന്നാലും വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വ്യക്തമാകുന്ന കാര്യമെന്ന് പറയുന്നത് അന്തിമ തീരുമാനം RSS അംഗീകാരത്തോടെ മാത്രമേ എടുക്കൂ എന്നുള്ളത് തന്നെയാണ്. ഇവിടെ യോഗി ആദിത്യനാഥിന്റെ പേരും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശക്തമായി ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഹൈലൈറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. എന്നാൽ അത്തരമൊരു നീക്കം UPയുടെ അധികാര സന്തുലിതാവസ്ഥയെ ഇളക്കി മറിക്കുമെന്ന് പാർട്ടിയുടെ തന്ത്രജ്ഞരും വിദഗ്ധരും വിശ്വസിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ സംഘടനയ്ക്കും സർക്കാരിനും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിക്കാനും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ചുമതലയേൽക്കാനും കഴിയുന്ന ഒരു മുഖത്തെ തിരഞ്ഞെടുക്കാൻ സംഘവും ബി.ജെ.പിയും ഒരുമിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും അന്തിമ തീരുമാനത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അടുത്ത മാസം ജൂലൈ 4 മുതൽ 6 വരെ ന്യൂഡൽഹിയിൽ നടക്കുന്ന RSSന്റെ സംഘത്തിന്റെ 3 ദിവസത്തെ യോഗത്തിൽ തന്നെ ഇതിനൊരു അന്തിമ തീരുമാനത്തിലെത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ജൂലൈ 21 മുന്നേ, അതായത് ജൂലൈ 21 മുതൽ പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ബി.ജെ.പിയുടെ പുതിയ ദേശീയ അധ്യക്ഷൻ ആരെന്നുള്ളത് പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇനി ആ പേരുകൾ നിലനിൽക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഒന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, മനോഹർ ലാൽ ഖട്ടർ, ശിവരാജ് സിംഗ് ചൗഹാൻ, രഘുബർ ദാസ്. ഈ 4 പേരുകളാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഏറ്റവും ട്വിസ്റ്റായിട്ട് വന്ന പേരെന്ന് പറയുന്നത് യോഗി ആദിത്യനാഥിന്റെ പേരും ഈ കൂട്ടത്തിൽ വന്നു ചേർന്നു എന്നുള്ളതാണ്. എന്തായാലും അന്തിമ തീരുമാനം RSS തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. RSSന്റെ കൂടി തീരുമാനം കണക്കിലെടുത്ത് തന്നെയാവും പ്രഖ്യാപനം ഉടൻ ഉണ്ടാവുക.